ഹലോ, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സൂപ്പർ ഒരു ചീരവിയൽ ഉണ്ടാക്കാം. വീട്ടിൽ നല്ല ചുവന്ന ചീര കിട്ടി, അപ്പോൾ അതിട്ടൊരു ചീരവിയൽ ഉണ്ടാക്കിയാലോ എന്ന് കരുതി കേട്ടോ. അപ്പം അതിന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ചീര, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ, ജീരകം, ചുവന്നുള്ളി, കറിവേപ്പില. ചീരയുടെ ഇലകൾ നന്നായി ചെറുതായി അരിയുക. തണ്ടുകൾ നീളത്തിൽ തന്നെ അരിഞ്ഞിടണം. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. വെന്ത ചീരയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ചീര നന്നായി ഇളക്കി നമുക്കത് അടച്ചു വെച്ച് ആ മാങ്ങയും കൂടെ ഒന്ന് വേവുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനാവശ്യമുള്ളവ തേങ്ങ, 4 ചുവന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് ജീരകം. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്. അത് നമുക്ക് വെന്ത ചീരയിലേക്ക് ചേർക്കുന്നതിനൊപ്പം തന്നെ തിരികിയ കുറച്ച് അരയ്ക്കാത്ത തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ ചീരയാവിയലിന് ഒന്നും കൂടി രുചി തോന്നും. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അത് ഈ വെന്ത ചീരയിലേക്ക് നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അത് ആ ആവിയിൽ ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് ആ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വെന്ത് കിട്ടണം. ചീര നന്നായി വേകുമ്പോൾ തന്നെ ആ ചീരയുടെയും മാങ്ങയുടെയൊക്കെ ഒരു നല്ലൊരു മണം വരും. അന്നേരം നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാമെങ്കിൽ ആ മണത്തിന് ഒന്നും കൂടി ഒരു ഉന്മേഷം കിട്ടും. അപ്പം കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇളക്കി നമുക്കത് ഒതുക്കി എടുക്കാമെങ്കിൽ നമുക്ക് നല്ല രുചികരമായ ചീരവിയൽ തയ്യാർ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.